നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ട്. ശരിക്കും ഇന്നൊരു ഫുൾ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രിപ്പയർ ആയിട്ടല്ല വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ടോപ്പിക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷ്ണുവിൻ്റെ കുറച്ച് തിരക്കുകൾ കാരണം ഇന്ന് ഫുൾ വീഡിയോ വേണ്ട, ഷോർട്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം ക്യാൻസലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും വിഷ്ണുവിന് നല്ല വഴക്ക് കിട്ടുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. നേരിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചെവിയൊക്കെ നന്നായിട്ട് തിരുമ്പിക്കോളൂ. ചെവി പൊന്നാക്കണം എന്നാണ് ശുക്രൻ പറയാറുള്ളത്. അങ്ങനെ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം കുറേ പേരൊക്കെ വീഡിയോ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു നിരാശയല്ലേ വരുന്നത്. അപ്പോൾ ഇന്നും വീഡിയോ ഇല്ലാന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ വിഷ്ണു പറഞ്ഞു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറേ ദിവസമായില്ലേ നമ്മൾ കഥകളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ അലങ്കാരം ഗജേന്ദ്രമോക്ഷമായിരുന്നല്ലോ. അപ്പോൾ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പറയാം. ഭഗവാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആ ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ പറന്നിറങ്ങുന്നത്, ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ആ ഉത്തരയൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് വായുവിൽ. ശരിക്കും ഒരു സിനിമയിലെ നായകൻ്റെ ആ ഒരു രംഗപ്രവേശം അതേപോലെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വിഷ്ണു പറഞ്ഞു എന്നാൽ പിന്നെ ഗജേന്ദ്രമോക്ഷം തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗജേന്ദ്രമോക്ഷമാണെങ്കിലോ ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു സന്ദർഭം ഗരുഡന് പുറത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭമുള്ള മറ്റൊരു കഥയുണ്ട്. അത് പറയാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല കേട്ടോ, പൃഥുചരിതാണ്. അപ്പോൾ പൃഥുചരിതാണെങ്കിലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥയും കൂടിയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറന്നാൾ ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒന്നാം പിറന്നാളിൻ്റെ അന്നൊക്കെ പൃഥുചരിതാണ് വായിക്കുക. കാരണം പൃഥു മഹാരാജാവിനെ പോലെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു. അപ്പം അന്ന് മുതലേ വിചാരിക്കുന്ന കാര്യമാണ് പൃഥുചരിതം പറയാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ കഥ പറയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നാരായണീയത്തിലെ 18ാമത്തെ ദശകത്തിലാണ് പറയണത്. അപ്പോൾ നമുക്കിന്ന് പൃഥു മഹാരാജാവിൻ്റെ കഥ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കഥ തന്നെയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കുറച്ച് ദിവസമായില്ലേ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറയാം. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ ഗജേന്ദ്രമോക്ഷമായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച, ഭഗവാൻ ഗജേന്ദ്രനെ മോക്ഷം കൊടുക്കുന്ന നക്രം, ആ മുതലയ്ക്കും കൂടെ മോക്ഷം നൽകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ ഇങ്ങനെ വരച്ചു വെച്ചതുപോലെ കാണുന്നുണ്ടായിരുന്നത്. അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഇന്നലെ ചാർത്തിയിരിക്കുന്നത് അലങ്കാരം. ഭഗവാൻ നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് ആഭരണങ്ങളൊക്കെ നന്നായി അണിഞ്ഞിട്ട് തിളക്കത്തോട് കൂടിയിട്ടാണ് ഗരുഡന് പുറത്ത് പറന്നിറങ്ങുന്നുണ്ടായിരുന്നത്. ഗരുഡനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ താഴെയായിട്ട് ഇടതുഭാഗത്തായിട്ട് ഗജേന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ഈ ഒരു അലങ്കാരം കാണുമ്പോഴേ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? അത്രയും നിസ്സഹായ അവസ്ഥയിലായിട്ടുള്ള ഗജേന്ദ്രനെ രക്ഷിക്കുക ഭഗവാൻ ചെയ്തേ. ഗജേന്ദ്രന്റെ മനസ്സിലുള്ള ഏറ്റവും എന്താ പറയുക, ആ താനെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോകുന്ന ആ ഒരു അവസാന നിമിഷം ഭഗവാൻ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് വന്നു. ഇനി ആ തുമ്പി കൂടിയേ താഴാനായിട്ട് ഉള്ളൂ എന്നുള്ള ഒരു ഘട്ടം വന്നില്ലേ. നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഭഗവാനെ വിളിക്കും, പക്ഷേ ഇനി ആരും നമുക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇല്ല, ഇനി ഭഗവാനല്ലാതെ മറ്റൊരു ആശ്രയം നമുക്ക് ഇല്ല എന്നുള്ള മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കില്ലേ. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഭഗവാൻ എത്തിയിരിക്കും. കാരണം ഭഗവാൻ അറിയാം ഇനി ഞാൻ മാത്രമേ രക്ഷിക്കാനായിട്ടുള്ളൂ ഈ ഭക്തനെ അല്ലെങ്കിൽ ഈ ഭക്തയെ എന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ എന്ന് തന്നെയാണ് പറയണത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായിട്ട് ഭഗവാൻ എത്തിയിരിക്കും, പറന്നിറങ്ങിയിരിക്കും ഗരുഡനെ പുറത്ത് എന്നാണ് ഈ ഒരു അലങ്കാരത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അത്ര മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. അതിലൊരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം തുളസിയും നന്ദ്യാർവട്ടും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. പിന്നെ ഭഗവാന്റെ കിരീടമൊക്കെ ചാർത്തിയിരിക്കുകയായിരുന്നു ഇന്നലെ. മനോഹരമായിട്ടുള്ള കിരീടം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാതുപൂക്കൾക്ക് പകരമായിട്ടും ഇന്നലെ ഗോപി തിലകങ്ങളായിരുന്നു കേട്ടോ. മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ മുഖം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. ഇന്നലെ 2 തൃക്കൈകളാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ 2 കൈകളിലും താമരയാണ് ഭഗവാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വൈകുന്നേരമാണ് തൊഴാൻ പോകുക എന്ന് പറയാറുണ്ടല്ലോ. 2 കൈകളിലും താമരപ്പൂക്കളാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. അരയിൽ ചുവന്ന പട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല ചന്തത്തിൽ കാണാട്ടോ. പിന്നെ
ഗരുഡന്റെ ചിറക് നന്നായി ഇങ്ങനെ വിടർത്തി ആ പറന്നിറങ്ങുന്ന ഒരു രംഗമാണ്. അപ്പോൾ ചിറകൊക്കെ ഇങ്ങനെ വിടർന്നിട്ടല്ലേ ഇരിക്കുക. ഈ ചിറകിന്റെ ആ സൈഡിലൊക്കെയും സ്വർണ്ണ നിറത്തിലുള്ള പട്ടുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തിളക്കം, ഗരുഡനെ കാണാനും നല്ല തിളക്കാണ്. ഭഗവാൻ ഗരുഡനെ പുറത്ത് പറന്നിറങ്ങാണ് ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട്. ഗജേന്ദ്രൻ ഇടതുഭാഗത്തായിട്ടുണ്ട് കേട്ടോ. ആ തുമ്പിയൊക്കെ ഇങ്ങനെ ഉയർത്തി പിടിച്ചു നിൽക്കുന്നുണ്ട്. തുമ്പിയിൽ താമര ഉണ്ടായിരുന്നില്ല, കാരണം തുമ്പിയിലുള്ള താമര ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മത്തിൽ ആ ഒരു പത്മം ഉണ്ടല്ലോ, അത് വലത്തേ കയ്യില്, ഇടത്തേ കയ്യിലും പത്മം തന്നെയാണ് പിടിച്ചിരിക്കുന്നേ. അതപ്പോ തീർച്ചയായിട്ടും ഗജേന്ദ്രൻ സമർപ്പിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ഗജേന്ദ്രന്റെ ആ ഒരു സമർപ്പണം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് രണ്ട് കൈകളിലും ഭഗവാൻ താമര പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു അലങ്കാരം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്തരുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ഉണ്ടാകും എന്നാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ. ഗജേന്ദ്രമോക്ഷമായിട്ട് നിൽക്കുന്ന, മോക്ഷം നമ്മളെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു അലങ്കാരം. അപ്പോൾ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് പൃഥുചരിതം പറയാട്ടോ. പൃഥു മഹാരാജാവിന്റെ കഥയാണ്. അങ്കൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനും പത്നിക്കും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അനേക വർഷം കുട്ടികളില്ലാതെ കഴിഞ്ഞപ്പോൾ ഇവര് യാഗം നടത്തി, പുത്രകാമേഷ്ടി യാഗം നടത്തി. അപ്പൊ ഈ യാഗത്തിൽ പ്രസാദമായിട്ട് പായസം ഉണ്ടായി. ഈ പായസം തൻ്റെ പത്നിക്ക് കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ ചന്തൊക്കെ കണ്ടിട്ടേ രാജാവിന് അതൊന്ന് വാസനിക്കാനായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി. അപ്പൊ അതിലൊരു ഗുണം കുറഞ്ഞല്ലോ മണത്തപ്പോ. അങ്ങനെ അത് തൻ്റെ പത്നിക്ക് കൊണ്ടുപോയി. അവരത് കുടിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഗർഭിണിയായി നല്ലൊരു പുത്രനുണ്ടായി. കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മഹാദുഷ്ടനായിരുന്നു ഈ കുട്ടി. അതായത് സൽസ്വഭാവം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഉപദ്രവിക്കാം. ഇപ്പൊ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ ഇഴഞ്ഞു നടക്കുന്ന, പറന്ന് നടക്കുന്ന ജന്തുക്കള്, പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തല്ലി കൊല്ലുക. ഇതൊക്കെയായിരുന്നു വിനോദങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിക്ക്. കുറച്ചും കൂടെ അങ്ങോട്ട് മുതിർന്നപ്പോൾ കുട്ടികളെ, ഇത് ഒപ്പത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെയായി ഉപദ്രവിക്കല്. അവരെ കിണറ്റിലേക്ക് തള്ളിയിടുക, കുളത്തിലേക്ക് തള്ളിയിടുക, അവരെ ഉപദ്രവിക്കുക, കടിക്കുക, പിച്ചമാന്ത, അങ്ങനെയുള്ള കുറുമ്പുകളില്ലേ. അത് ചെറിയ രീതിയിലുള്ള കുറുമ്പൊന്നല്ല കേട്ടോ, വലിയ രീതിയിലുള്ള കുറുമ്പുകളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങി. അതായത് കൊന്നു കളയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായി തുടങ്ങി. അപ്പൊ ഇതെന്താ ഉണ്ണി ഇങ്ങനെ കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൃഗങ്ങളെ, ഈ പക്ഷികളെ, അല്ലെങ്കിൽ ഈ ജന്തുക്കളെയൊക്കെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ അവരൊക്കെ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടികളെ എന്തിനാ ഉപദ്രവിക്കണേ? അതൊക്കെ ഒരു രസം, അതൊക്കെ ഒരു രസമല്ലേ എന്നാ കുട്ടി ചോദിക്കുന്നേ. അത്രയും ദുഷ്ടത്തരം നിറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെയാണ് ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പരാതികളൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. കാരണം രാജാവിന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറെ എത്രയൊക്കെ മിണ്ടാതിരിക്കും. കാരണം സ്വന്തം കുട്ടികൾക്കല്ലേ അപകടങ്ങൾ ഉണ്ടാവുന്നേ. അങ്ങനെ പ്രജകളൊക്കെ വന്നിട്ട് പരാതികളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രാജാവിന് തന്നെ മതിയായി, ഇനി തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു പാട്ട് പാടിയിട്ട് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം നമ്മൾ എവിടേക്കെങ്കിലൊക്കെ, നമ്മൾ നല്ലാട്ടോ പറയുന്നത്, ചിലരൊക്കെ ഈ വീട് വിട്ട് ഇറങ്ങി പോകുക, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കത്തൊക്കെ എഴുതി വെക്കൂലോ. അതിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് വൈരാഗ്യമൊക്കെ തോന്നിയിട്ട് എനിക്ക് ഭഗവാനെ സേവിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തപസ് ചെയ്യാനായിട്ട് പോകാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകണം എന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം തപസ്സിനായിട്ട് പോയത്. അപ്പൊ രാജാവ് പോയി. അദ്ദേഹത്തിന്റെ രാജ്യത്താണെങ്കിലോ പിന്നെ രാജാവില്ല. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഈ കുട്ടിയെ രാജാവാക്കി. വേനൻ എന്നാണ് ഈ കുട്ടിയുടെ പേര് കേട്ടോ. അപ്പൊ എന്തായി, അല്ലെങ്കിലേ ദുഷ്ടനാണ്. ഇപ്പൊ പിന്നെ ഭരണവും കൂടെ കിട്ടി, അധികാരവും കൂടെ കിട്ടിയപ്പോൾ ശരിക്കും അവിടെ ഉള്ളവരുടെ അവസ്ഥ അത്ര ബുദ്ധിമുട്ടിലായി. കാരണം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളത്തരങ്ങൾ ഒട്ടും സമ്മതിക്കില്ല. ചെറിയ കള്ളത്തരം കിട്ടുമ്പോഴേക്കും നല്ല ശിക്ഷകൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗുണം കൂടിയാണ് കേട്ടോ. ആ നാട്ടിലെ കള്ളത്തരങ്ങൾ ഇല്ലേ ഇല്ല അതിനുശേഷം, കാരണം അത്രയും കഠിനമായിട്ടുള്ള ശിക്ഷകളാണ് അവിടെ ലഭിക്കുന്നത്. വേനൻ മാത്രം എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഭഗവാനെ സേവിക്കാൻ പാടില്ല, യാഗങ്ങള്, ഹോമങ്ങള്, ഇതൊന്നും ആ നാട്ടിൽ നടത്താനായിട്ട് പാടില്ല. അപ്പൊ മഹർഷിമാർക്കൊക്കെ ബുദ്ധിമുട്ടായി. അപ്പൊ ഈ രാജാവ് വേനൻ എന്താ പറയാന്നറിയോ, ഈ നെയ്യ് ഇതൊക്കെ എന്തിനാ ഹോമത്തിൽ കൊണ്ടുപോയിട്ട് ഹോമിക്കുന്നേ, ഹോമകുണ്ടത്തിൽ എന്തിനാ ഹോമിക്കുന്നേ, ഇതുകൊണ്ടൊക്കെ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക, ലഡു, മൈസൂർ പാക്ക്, അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിക്കില്ലേ വേണ്ടത്, അപ്പൊ നമുക്ക് നല്ല ആരോഗ്യമല്ലേ വേണ്ടത്, അങ്ങനെയൊക്കെയാണ് പറയാം. അങ്ങനെയുള്ള നിയമങ്ങളായിരുന്നു വേനൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും ഭൂമിദേവിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല.
കാരണം ഭഗവാനെ സേവിക്കാത്ത രാജ്യമായി മാറി. അതുകൊണ്ട് തന്നെ ഭൂമിദേവി പതുക്കെ ഉൾവലിയാനായിട്ട് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് മഴയില്ല, ഇത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നുമില്ല. വിതച്ച് കഴിഞ്ഞാൽ മുളയ്ക്കുന്നില്ല, ഒന്നും നല്ല വിളവ് ലഭിക്കണില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ കാട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് ഒരു പറ്റം മഹർഷിമാർ വന്നു. അവർ വന്നിട്ട് അവർ യാഗം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുവാദം ചോദിക്കാനായിട്ട് രാജാവിനെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ രാജാവ് പറഞ്ഞു, യാഗമൊന്നും നടത്താൻ പാടില്ല. യാഗം എന്തിനാണ് നടത്തുന്നത്? രാജാവിനല്ലേ ആരാധിക്കേണ്ടത്? രാജാവിന്റെ ശരീരത്തിലാണ് എല്ലാ ദേവതകളും കുടികൊള്ളുന്നത്. അപ്പോൾ രാജാവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞിട്ട് അവർ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്, നല്ല രീതിയിലൊന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ വന്നിട്ടുള്ള മഹർഷിമാരിൽ അവർക്ക് നല്ല ദേഷ്യം വന്നു. അതിൽ ഒരാൾ വെറുതെ എന്ന് പറഞ്ഞിട്ടൊന്ന് മൂള മാത്രമേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. രാജാവിന്റെ കഥ അവിടെ കഴിഞ്ഞു. ഇതാ കിടക്കണമെന്നുള്ള രീതിയിൽ രാജാവ് അവിടെ വീണു. കാരണം ആ മഹർഷിമാരുടെ ആ ഒരു അത്രയും ശക്തിയുള്ള, അത്രയും ദിവ്യത്വമുള്ള മഹർഷിമാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരെയല്ലേ അധിക്ഷേപിച്ചത്. അങ്ങനെ രാജാവിന്റെ കഥ അവിടെ കഴിഞ്ഞു. മഹർഷിമാരാണെങ്കിൽ തിരിച്ചുപോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ, സുനിധി എന്നാണ് പേര് കേട്ടോ, അമ്മയ്ക്ക് നല്ല സങ്കടമായി. മകനല്ലേ മരിച്ചു കിടക്കുന്നത്. മകന്റെ ശരീരത്തിനെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു മൃതശരീരം ഒരു എണ്ണത്തോണിയിലെ കൊണ്ടുപോയിട്ട് അവര് സൂക്ഷിച്ചു. അപ്പൊ രാജാവില്ലാതായി, അരാജകത്വമായി. രാജ്യത്ത് കള്ളന്മാര്, കൊള്ളക്കാര്, ഇതൊക്കെ കൂടി അക്രമങ്ങൾ ഒക്കെ വർദ്ധിച്ചു. ഭക്ഷണമാണെങ്കിൽ കഴിക്കാനുമില്ല. അപ്പോഴാണ് ഈ മഹർഷിമാരെ പിന്നെയും ഇവിടെ എത്തി. ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി വേണ്ടേ? അപ്പോൾ ഈ രാജാവിന് കുട്ടികളുണ്ടോ, വിവാഹം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോഴേക്കും ഇങ്ങനെയല്ലേ സംഭവിച്ചത്. അപ്പം ഇനി എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത്, ഞാൻ മകന്റെ മൃതശരീരം ഇങ്ങനെ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അത് വേഗം കൊണ്ടുവരുമെന്നായി. എന്നിട്ട് ഈ മഹർഷിമാരെ മന്ത്രപുരസ്സരം ഈ രാജാവിന്റെ ദേഹത്ത് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തടവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം കടഞ്ഞെടുക്കുന്നത് കാലാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഒരു രൂപം ഉണ്ടായി. ഉയരൊക്കെ കുറഞ്ഞിട്ട്, മൂക്കൊക്കെ പറഞ്ഞിട്ട്, നിറമൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു രൂപം. അപ്പം ഇത് രാജ്യം ഭരിക്കാൻ നന്നല്ല, നീ കാട് ഭരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിഷാദന്മാരുണ്ടായി. അടുത്തതായിട്ട് കൈയാണ് കടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കയ്യിൽ നിന്നാണ് പൃഥുമഹാരാജാവും അർക്കിസും കൂടെ ഉണ്ടാകുന്നത്. ഇത് ഭഗവാനും ലക്ഷ്മി ദേവിയാണ് പൃഥുമഹാരാജാവും അർക്കിസ് പത്നിയായിട്ടുള്ള അർക്കിസുമായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സ്തുതിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ പൃഥുമഹാരാജാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ സ്തുതിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ സ്തുതി പാഠകന്മാരാണ്, അതുകൊണ്ടാണ് സ്തുതിക്കുന്നതെന്ന്. അപ്പോൾ മഹർഷിമാർ പറയുന്നുണ്ട്, നിങ്ങൾ സ്തുതിച്ചോളൂ, ഇവരെ തന്നെയാണ് സ്തുതിക്കേണ്ടത്, ഇത് ഭഗവാനാണ്, അത് ലക്ഷ്മി ദേവിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടു. അവർ സന്തോഷത്തോട് കൂടിയിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രജകളൊക്കെ പരാതികളായിട്ട് വന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഭക്ഷണമില്ല, കഴിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് കൃഷി ചെയ്തുകൂടെ, വിതച്ചുകൂടെ എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വിളവ് ലഭിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിദേവിയുടെ കോപം കാരണമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ രാജാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പലരും സമ്മാനങ്ങളൊക്കെ ആയിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുണൻ വെൺകൊറ്റക്കുടയായിട്ട് വന്നു. അപ്പോൾ ഭൂമിദേവി കൊണ്ടുവന്നത് ചെരുപ്പാണ്, പാതുകങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാതുകങ്ങളുടെ പ്രത്യേകത, ചെരുപ്പേ നീ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. അങ്ങനെ പെട്ടെന്ന് വേഗത്തിലെത്തുന്ന പാതുകങ്ങളായിരുന്നു അത്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഭൂമിദേവിയെ പിടിക്കാനായിട്ട് മഹാരാജാവ് ഓടുകയാണ്. ഈ പാതുകവും കൂടെ ധരിച്ചിട്ട് ഓടുന്നത്. അപ്പോൾ ഭൂമിദേവി ഒരു പശുവിന്റെ സ്വരൂപമൊക്കെ സ്വീകരിച്ചിട്ടാണ് മുന്നിൽ ഓടുന്നത് കേട്ടോ. എത്ര ഓടിയിട്ടും പിന്നാലെ ഓടിയെത്താനായിട്ട് രാജാവിനും പറ്റുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചു. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഭൂമിദേവി മഹാരാജാവിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങ് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ വേനനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കാരണം ഭഗവാനെ സേവിക്കാത്തടത്ത് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല എന്നാ ഭൂമിദേവി പറയുന്നേ. അപ്പോൾ പിന്നെ നീ തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു. അപ്പം ഭൂമിദേവി പറയാ, ഞാൻ ഇപ്പോൾ പശുവിൻ്റെ സ്വരൂപത്തിൽ നിൽക്കുന്നത്, അപ്പോൾ പാല് കറന്നെടുക്കാം, അങ്ങനെ ചെയ്യാം, അപ്പോൾ സമ്പത്തും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ കുട്ടി വേണ്ടേ, കുട്ടി ഉണ്ടെങ്കിൽ, പശുക്കുട്ടി ഉണ്ടെങ്കിലല്ലേ പാൽ ചുരുത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും എത്തി. ദേവന്മാരെ ബൃഹസ്പതിയെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് അമൃത് കടഞ്ഞെടുത്തു. അസുരന്മാരെ പ്രഹ്ലാദനെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് മദ്യം കടഞ്ഞെടുത്തു. മനുഷ്യരെ സ്വയംഭൂവ മനുവിനെ കുട്ടിയാക്കി കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ഔഷധികളും ധാന്യങ്ങളും എല്ലാം അതിൽ നിന്ന് കടഞ്ഞെടുത്തു. അങ്ങനെ പിന്നെയും സുഖ സമൃദ്ധിയിലേക്ക് വളരെയാണ് ആ ഒരു നാട്. ഈ രാജാവ് കൃഷി, ഇത് നശിച്ചു കിടക്കുന്ന കൃഷിഭൂമിയൊക്കെ സമതലങ്ങളാക്കി മാറ്റിയിട്ട് അവിടെയൊക്കെ കൃഷിയൊക്കെ തുടങ്ങി. അങ്ങനെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടായി. നല്ല സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടാണ് പിന്നെ അവിടെ വരുന്നത്. കരം പിരിക്കാനായിട്ട് തുടങ്ങി. ഭൂമിദേവി വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്ക് ആ പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് ഒന്നും ചോദിക്കാതെ തന്നെ പ്രജകൾ സാധനങ്ങളുമായിട്ട് എത്തിത്തുടങ്ങി. ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് പൃഥു മഹാരാജാവാണെന്നാണ് പറയുക. അത്രയ്ക്കും തൻ്റെ രാജ്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു.
എന്നിട്ട് അപ്പം നന്നായി ഭംഗിയായി തുടങ്ങി എല്ലാതും. ഭഗവാനെ സേവിക്കാനായിട്ട്, ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് തൻ്റെ പ്രജകളെ പഠിപ്പിച്ചു. ഒപ്പം തന്നെ യാഗങ്ങൾ, ഹോമങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം തുടർന്നുകൊണ്ട് പോകണം. നിരവധി യാഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ നടത്തിയിട്ട് 100ാമത്തെ യാഗം നടക്കാനായിട്ട് പോകുകയാണ്. അപ്പൊ 100 യാഗമൊക്കെ നടക്കുമ്പോൾ ഇന്ദ്രനെ വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, എങ്ങനെയെങ്കിലും യാഗം മുടക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ ദേവേന്ദ്രന് വരിക. അപ്പോൾ ആ ഒരു യാഗം മുടക്കാനായിട്ടുള്ള കാര്യങ്ങളായി പിന്നെ ചെയ്യുന്നത്. അതായത് ഈ യാഗം നടക്കുന്ന സമയത്ത് യാഗ പശുവിനെയൊക്കെ കട്ടെടുത്ത് കൊണ്ടുപോകുക, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യാഗം മുടങ്ങൂലോ. അതിന് പല വേഷം കെട്ടിയിട്ടാണ് വരിക. ആദ്യം അത്രി മഹർഷിയുടെ രൂപത്തിൽ വന്നു, മഹാദേവന്റെ രൂപത്തിൽ വരുന്നുണ്ട്. ഒരു പുകമറയാണ് അവിടെ ഉണ്ടാകുക. ഈ പുകയൊക്കെ മാഞ്ഞു പോകുമ്പോൾ പശുവിനെ കാണില്ല, അപ്പം എല്ലാം യാഗം മുടങ്ങൂലോ. ഇതൊക്കെയാണ് സംഭവിക്കണത്. അപ്പോൾ ആദ്യം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ. എല്ലാവരും അത്രി മഹർഷിനൊക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതെല്ലാം ചെയ്യുന്നത് ദേവേന്ദ്രനാണെന്നുള്ളത്. അപ്പം ഇതങ്ങോട്ട് അറിഞ്ഞപ്പോൾ പൃഥു മഹാരാജാവിന് നല്ല ദേഷ്യമൊക്കെ വന്നു കേട്ടോ. അദ്ദേഹം അവിടെ നിന്ന് ചാടി എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു, അങ്ങ് യജമാനനാണ്, അങ്ങ് യുദ്ധം ചെയ്യാനായിട്ടും പാടില്ല, അങ്ങ് അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഹോമിക്കാനായിട്ട് തുടങ്ങി സ്ട്രോ എടുത്തിട്ട്. അപ്പോൾ ഹോമിക്കുമ്പോൾ ദേവേന്ദ്രനെ സങ്കല്പിച്ച് ദേവേന്ദ്രനെയാണ് ഹോമിക്കുന്നത്. ദേവേന്ദ്രന് വേണ്ടിയിട്ട് ഹോമിക്കല്ല, ദേവേന്ദ്രനെ തന്നെ അഗ്നിയിലേക്ക് ഹോമിക്കുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ കസാരയടക്കം ഇളകിയിട്ട് വീഴാൻ നിൽക്കുക. ദേവേന്ദ്രൻ ആകെ പേടിയായി തുടങ്ങി. കാരണം താനാണെന്ന് ഇത് ചെയ്യുന്നത് മനസ്സിലായില്ലോ. വേഗം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി രക്ഷയ്ക്കായിട്ട്. അവിടെ രണ്ടുപേരും ഇരിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഈ അഗ്നിയിലേക്ക് വീഴാനായിട്ട് നിൽക്കുക. അങ്ങനെ ഇപ്പൊ വീഴുന്നുള്ള സമയത്ത് അയ്യോ വരുതേ എന്നുള്ള രീതിയിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ഭഗവാൻ 8 കൈകളോട് കൂടിയിട്ട് ഗരുഡന് പുറത്ത് ആ ഒരു സന്ദർഭത്തിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ചോദിച്ചു പൃഥു മഹാരാജാവിൻ്റെ അടുത്ത്, എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യാഗം നടക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിദേവി ഭക്ഷണമൊന്നും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഭൂമിദേവിയെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഇന്ദ്രനാകണം എന്നുള്ള മോഹമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ യാഗം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ അത് തുടങ്ങിയതല്ലേ, ഇനിയിപ്പോൾ നിർത്താൻ പാടുണ്ടോ? അത് സാരല്ല, നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേക്ക് ഞാൻ ഏകോന ശതകൃത് എന്നുള്ള പേരൊക്കെ നൽകാം, ഇത്രയും യാഗമൊക്കെ നടത്തിയതല്ലേ എന്നൊക്കെ അദ്ദേഹത്തിന് പൃഥു മഹാരാജാവിന് ഒരു പേരൊക്കെ കൊടുത്തു. അങ്ങനെ യാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ആ യാഗം അവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിന് പകരമായിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട് ഇനി എന്താ വഴിയുള്ളതെന്ന് പറയുമ്പോഴാണ് സത്സംഗം നടത്തിക്കോളൂ എന്നുള്ള ഒരു ഉപദേശം കിട്ടുന്നത്. അപ്പോൾ സത്സംഗത്തിലൂടെ ഭഗവാന്റെ കഥകൾ പറയാം, ഭഗവാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം. അതും ഭഗവാനെ സേവിക്കലാണല്ലോ. അങ്ങനെ ആദ്യം നാരദർ വരും, അതേപോലെ തന്നെ സനകാദികൾ, അങ്ങനെ എല്ലാവരും വന്നിട്ട് ഭഗവാന്റെ കഥകൾ പറയും. അപ്പോൾ ഇദ്ദേഹം, അതായത് പൃഥു മഹാരാജാവ് ഭഗവാന്റെ അടുത്തൊരു വരം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 10,000 ചെവികൾ വേണമെന്നുള്ളത്. അപ്പം എന്തിനാ ഇത്ര അധികം ചെവികളെന്ന് ചോദിച്ചപ്പോൾ പറയാം, എനിക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ്. കാരണം എല്ലായിടത്തും സത്സംഗാണേ. രാജാവ് ഒരു സ്ഥലത്ത് മാത്രമല്ല സത്സംഗം നടത്തുന്നത്, ബാക്കിയുള്ളിടത്ത് വേറെ കുറെ പ്രജകൾ ചേർന്നിട്ട് അങ്ങനെ പലരായിട്ട് പല ദിക്കിലും സത്സംഗം നടക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തെയും കാര്യങ്ങൾ ഈ മഹാരാജാവിന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലായിടത്തും കേൾക്കാനായിട്ടാണ് ഇത്രയധികം കാതുകൾ, ചെവികൾ മഹാരാജാവിന് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നൽകിയിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി. അത്രയും സമൃദ്ധമായിട്ടുള്ള രാജ്യമായിട്ട് അത് മാറി. അങ്ങനെ ഭഗവാനെ സേവിച്ച് ഇവർക്ക് ഉണ്ടായിരുന്ന മകനെ രാജ്യം ഏൽപ്പിച്ചിട്ട് രാജാവും പത്നിയും കൂടിയിട്ട്, അർക്കീസും കൂടിയിട്ട് ഭഗവാനെ സേവിക്കാൻ തന്നെ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോകുകയാണ്. കുറേ കാലം തപസ്സൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഭഗവാനിലേക്ക് ലയിച്ചു ചേരുകയാണ് പൃഥു മഹാരാജാവ്. ജീവൻ വെടിഞ്ഞപ്പോൾ അർക്കീസിന് മനസ്സിലായി, മഹാലക്ഷ്മി ആയിട്ടിരിക്കുന്ന അർക്കീസിന് മനസ്സിലായി രാജാവ് ജീവൻ വെടിഞ്ഞു എന്നുള്ളത്. മഹാലക്ഷ്മിയും അർക്കീസും ജീവൻ വെടിഞ്ഞിട്ട് അവസാനം ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് പൃഥുചരിതം എന്നുള്ള കഥയിലെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പൃഥുചരിതമാണ് നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. പൃഥുചരിതമൊക്കെ വായിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികളുടെ 1ാം പിറന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ പൃഥുചരിതമാണ് വായിക്കുക. അത് കുട്ടികൾ ബാലയിലൊക്കെ വായിക്കുന്നവരുണ്ട് കേട്ടോ. എന്നാലും പൃഥുചരിതത്തിനൊരു പ്രത്യേകതയുണ്ട്. പൃഥു മഹാരാജാവിൻ്റെ പോലെ ജീവിക്കണം എന്നാണ് പറയുക. അതിലെന്താ പറയണത്? ഭഗവാനെ സേവിക്കലാണ്. ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഭഗവാന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് പ്രജകളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്, ഭഗവാനെ ഭജിക്കാനായിട്ട്, യാഗങ്ങൾ നടത്താനായിട്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അത്രയധികം സമൃദ്ധി വന്നത്. അപ്പോൾ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നേടിയെടുക്കാം. നമുക്കിനി വേണം എന്നുള്ള രീതിയിൽ ഭഗവാനെ സേവിക്കേണ്ട. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് നൽകും എന്നും കൂടെ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.
പിന്നെ ഇന്നലെ വിർച്വൽ ക്യൂവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിർച്വൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈനായിട്ടാണല്ലോ ബുക്ക് ചെയ്യേണ്ടത്. പലർക്കും സംശയമുണ്ട് കേട്ടോ അതിനെക്കുറിച്ച്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസം മുന്നേ ചെയ്യണം, അങ്ങനെ പലർക്കും സംശയമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിൽ ചൊവ്വയും വ്യാഴും. പിന്നെ അത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കണമെന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം എങ്ങനെയാണ് അതേക്കുറിച്ച് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും നമുക്കത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് കാണിച്ച് തന്നിട്ട് പറയാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും ഭഗവാന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ പറയാനായിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വിഷ്ണുവിനെ നന്നായിട്ടൊന്ന് എല്ലാവരും ഉപദേശിക്കുക, പറ്റുകയാണെങ്കിൽ ഒന്ന് ചെവിക്കൊക്കെ ഒന്ന് പിടിച്ച് തിരുമ്പിക്കോളൂ. അതും കൂടെ പറയാനുണ്ട് കേട്ടോ. കാരണം വീഡിയോസ് ഇങ്ങനെ മുടങ്ങി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഭഗവാന്റെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.